കാണാം എന്തായാലും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നേക്കാണ് നമ്മൾ തൊടുപുഴ ടൗണിന്റെ സ്റ്റാൻഡിന്റെ മേളിലായിട്ട് വന്നേക്കാണ്. ഇവിടെ ഫയർഫോഴ്സുകാർ വന്നുകൊണ്ട് കറക്റ്റായിട്ട് അവരുടെ അവസരോചിതമായ ഇടപെടലോട്ട് നമുക്കിത് തീ കെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇത് മിക്കവാറും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ വീതി വലിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകണമാണ് ഈ സംഭവം. ഇങ്ങനെ ഇതിന് ഈ ഇത്രമാത്രം ചൂടുള്ളപ്പം പരമാവധി ആൾക്കാർ വലിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചവിട്ടി കെടുത്തിയിട്ട് ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഇത് പണിയാവും. ഇങ്ങനെയുള്ള ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് രാവിലെ എൻ്റെ പണി ഉണ്ടാക്കാനുള്ള പരിപാടി ദൈവത്തോർത്ത് ആരും ചെയ്യരുത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം, അവർ ഇതിനെന്നായിരിക്കും ഇതിന് അവർക്ക് എല്ലാം ഉപദേശം തരാനുള്ളത്. നമ്മളിപ്പോ ഈ ഉദ്യോഗസ്ഥനോട് നമുക്ക് ചോദിക്കാം, സാർ ഇതിനെന്നാ ഈ പൊതുജനങ്ങൾക്ക് നമുക്ക് ഈ ചൂടത്തൊന്ന് കൊടുക്കാവുന്ന ഉദ്ദേശം എന്താണ്? പരമാവധി സിഗരറ്റ് ബീഡിയോ വലിച്ചിട്ട് അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക. പിന്നെ വേസ്റ്റ് കത്തിക്കുന്നത് പരമാവധി രാവിലെ വൈകിട്ട് നേരങ്ങളിൽ കത്തിക്കുക. ഉച്ച സമയത്ത് നല്ല വെയിലും ഭയങ്കര ചൂടുള്ള സമയമാണ്. ഈ സമയത്ത് തീ കത്തിക്കാതെ ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പരമാവധി ജനങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രമേ ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. ഇത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കാത്ത രീതിയിലാണ് ചെറിയൊരു ആവശ്യമായൊരു തീപിടുത്തം കൊണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരു കണ്ടീഷൻ വരെ വരാവുന്ന അവസ്ഥ ഉണ്ടാക്കാതെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കാൻ സഹകരിക്കുക. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഇത് ഒഴിവായത്. അപ്പൊ അവർ പറയണത്, ഈ ഫയർഫോഴ്സുകാരൊക്കെ പറയണത്, നമ്മൾ മാക്സിമം ഒന്ന് അനുസരിക്കുക. സിഗരറ്റ് വലിക്കുന്നവരൊക്കെ ആണെങ്കിൽ സിഗരറ്റ് കുറ്റി കെടുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ നനച്ച് കളഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ട് ഇടുക. ആൾക്കാർക്കും അതുപോലെ ഇവർക്കും രാവിലെ പണി ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാക്കാണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ.